മക്കളെ ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് തരട്ടെ. ഗിഫ്റ്റ് ഇതാണ്. ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ വന്നിരിക്കുന്ന GK-യിലെ 50 ക്വസ്റ്റ്യൻസിന്റെയും എക്സ്പ്ലനേഷൻ. ആ ടോപ്പിക് എവിടെ നിന്ന് വന്നു, ആ ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഹെൽപ്പ് ആവും. കാരണം ഡിഗ്രി ലെവലിനെ സംബന്ധിച്ച് കോപ്പി ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതായത് ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻസ് തന്നെ സെക്കൻഡ് ഫേസിലും തേർഡ് ഫേസിലും വരാം, അതിന്റെ മാറി ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ചിട്ടൊന്ന് പൊക്കോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് ഇവിടെ കയറ്റി വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഇത് കിട്ടുന്നത്? അതായത് സാറേ, ഇതിനകത്ത് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇംഗ്ലീഷ് മാത്സും മലയാളം സെയിം പാറ്റേൺ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. സാധാരണ PSC പോകുന്ന അതേ പാറ്റേൺ തന്നെ. പക്ഷേ GK-ക്ക് ഒരു ഡിഫറെന്റ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവണം. ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അത് കൂടുതൽ ഉപകാരപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിലായിരിക്കും. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ ഒന്ന് കയറുക. ചാനൽ കയറിയതിനു ശേഷം സൂപ്പർ നോട്ട്സ് ഒന്ന് ജസ്റ്റ് ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഇനി അതല്ല എങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ചാനലിലേക്ക് പോകാം. അതിനുശേഷം അവിടെ കയറുമ്പോൾ തന്നെ പിൻഡ് മെസ്സേജസ് ആയിട്ട് നമ്മുടെ ഈ ഒരു നോട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരു 170 MB വരുന്ന ഒരു ഫയലാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്താൽ ഓരോ നോട്ടും അത് നിങ്ങൾക്ക് സൈഡിൽ ഈ നോട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഓരോ ക്വസ്റ്റ്യൻസും വരുന്നുണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ, അത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കീറി മുറിച്ചുള്ള ഒരു അനാലിസിസ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിസർച്ചിന്റെ ഹെഡ് അതിന് വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് പണിയായിരുന്നു അല്ലേ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. പരമാവധി നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് ഫേസ് എക്സാമുകളുള്ള കുട്ടികളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളും ഉപകാരപ്പെടുക. ഇനി പരീക്ഷ കഴിഞ്ഞവരാണെങ്കിലും വരാനിരിക്കുന്ന പരീക്ഷകളിലൊക്കെ ഈ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ അതൊന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കുക. ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നോട്ട്സ് നന്നായിട്ട് യൂസ് ചെയ്തോ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോ. അപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു പ്രയോജനം കിട്ടട്ടെ. ഹാപ്പി ലേണിംഗ്.